Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. ഈവനിങ് ക്ലാസ് ആയിട്ട് ആരെയും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഓക്കെ, നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആരെ പ്രെയറിനൊന്ന് അറിയുന്നുണ്ടോ? Heavenly Father, as I start this day, I ask for your wisdom to guide our steps, bring clarity to us, our mind, and help us make the right decisions. Bless our efforts with success and let your favor shine upon us. I trust in your plan and ask for your strength as I pursue my goals. In Jesus' name, Amen. Thank you, ma'am. Good evening, everyone. It's a true pleasure to welcome you all here today. I welcome our Jishama for today's class, and I welcome you all to this session. Thank you, everyone. Have a great evening. Good evening, everyone. I am Shruti Sudesh, and today's thought. The essence of independence is to be able to do something for oneself. Maria Montessori. Thank you. ഓക്കെ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഈവൻ ദോ കമ്പൈൻ ക്ലാസ് ആണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു വൺനെസ് തന്നെയാണ്, ഒരു വി ഫീൽ അല്ലെ? സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, പ്ലീസ്. മാം, ബാംഗ്ലൂർ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ റിഫ്ലക്ഷൻ ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പനി പിടിച്ചിരിക്കുക ആണോ? സൗണ്ട് കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് മാം. ഞാൻ ഡോക്ടറെ അടുത്ത് വൈകിട്ട് പോയി. ഡോക്ടർ പറയുന്ന ടോൺസിലൈറ്റിസിനെയാണ്. ഞാനങ്ങനെ തണുപ്പ് കഴിക്കാറില്ല, പക്ഷെ ബാംഗ്ലൂര് നോർമൽ വാട്ടറും തണുപ്പാണല്ലോ അല്ലേ? ഞാൻ കുളിക്കുമായിരുന്നു ദിവസം അവിടെ. ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്, പക്ഷെ തലയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞായിരിക്കുമല്ലോ. നല്ല തണുപ്പാ, മഞ്ഞാണല്ലേ നല്ല. അതെ, മാത്രല്ല ശരിക്കും നമ്മൾ അങ്ങ് സാച്ചുറേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സാറ്റർഡേ കഴിയും എന്ന് വിചാരിച്ചു. സാറ്റർഡേ അവർക്ക് അവധിയായിരുന്നു, സ്റ്റേ ബാക്ക് ചെയ്യേണ്ട വന്നു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. മൺഡേ കഴിയുന്നു വിചാരിച്ചു. മൺഡേയും ടിക്കറ്റ് ബുക്ക് ചെയ്തു. മൺഡേയും കഴിഞ്ഞില്ല, ട്യൂസ്ഡേ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം നമ്മൾ നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് അങ്ങ് മാറി. നമ്മൾ അഡ്ജസ്റ്റഡ് ആയെങ്കിലും നമ്മൾക്കൊരു അൺഈസ്നെസ് ആയി. പിന്നെ തിരിച്ച് ട്രാവലിംഗ് ബാക്ക് ചെയ്യുന്ന അന്ന് മോർണിംഗ് ഞാൻ പീരിയഡ്സ് ആയി. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഈവൻ ട്രെയിനിലാണ് വന്ന തേർഡ് AC ആയിരുന്നു, പക്ഷെ എന്നാലും ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല, വന്നിട്ട് ഉറങ്ങിയില്ല. കാരണം വെച്ചാൽ വന്ന് കിടന്ന് ഉറങ്ങിയാൽ ഞാൻ അങ്ങനെ ബോധം കെട്ട് ഉറങ്ങിപ്പോവും. എനിക്കാണെങ്കിൽ ഇന്നലെ ഫുൾ ഡേ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു സ്കൂളില്. എന്റെ ഫ്രണ്ട് അടുത്തത് കോ-ഫെസിലിറ്റേറ്റർ ആയിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ എക്സാം നടക്കുക, എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടൊരു എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ ഫുൾ ഡേ അവിടെ നിന്ന് കാലൊക്കെ അവിടെ പോയി തന്നെ അറിയില്ല, കാലില്ലാത്ത അവസ്ഥയായി പോയി. അങ്ങനെ പിന്നെ ഇന്നായപ്പോഴേക്കും ടെമ്പറേച്ചർ ഇല്ല, ബട്ട് എനിക്ക് ഫീവറിഷ്, ബോഡി പെയിൻ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറയണ്ടായിരുന്നു കൊറോണയുടെ വകഭേദാന്ന് പറയണ്ടായിരുന്നു, തൊണ്ടവേദന. ഡോക്ടറിന് ടോൺസിലൈറ്റിസിന്റേതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ക്ലാസ് എടുക്കും, അതൊരു ചലഞ്ചായിട്ട് എടുത്തോണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇന്ന് വേണ്ടി വരും. എനിക്ക് അധികം വായിക്കാൻ പറ്റില്ല, ബട്ട് വി വിൽ ഡിസ്കസ്. ഓക്കെ, സോ നമ്മളിവിടെ വരും. ഞാൻ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഞാൻ വിചാരിക്കണത് നമ്മുടെ ഈ കമ്പൈൻ ക്ലാസ് ഈ ഒരാഴ്ച തീർന്നില്ലെങ്കിൽ ഈവനിങ് തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാ. കാരണം 12ലും 13ലും ഉള്ളവര് ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ നിങ്ങൾ പകൽ ആരും ഉണ്ടാവില്ല. സോ ഈവനിങ് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2-3 പേർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ. സോ പ്ലീസ്, എവിടം വരെ ചെയ്യുമെന്ന് പറയോ? മോണ്ടിസോറി മെറ്റീരിയൽസ്. യെസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ശരിക്കും ഒരു 1.5 hours ഇഫ് യു പെർമിറ്റ് എടുക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പോർഷൻ തീർക്കാൻ പറ്റും. നിങ്ങൾ അത് ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഇതിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എടുത്ത് എന്താ വായിച്ചിട്ട് മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ ഒരു ഫീല് വരും. ബട്ട് നമ്മൾ അത് കുഴപ്പമില്ല. അതിന്റെ ആ ഒരു കണ്ടന്റ് ഞാൻ ഒട്ടും ക്വാളിറ്റി കുറയ്ക്കാതെ തന്നെ കണ്ടന്റ് പറയാം. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. മോണ്ടിസോറി മെറ്റീരിയൽസ് മെയിൻ പാർട്ട് ഓഫ്
മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലേ? മെറ്റീരിയൽസ് കുറെയൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ എന്തായാലും മോണ്ടിസോറി മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടും. 12നും 13നും ക്ലാസ് പോയിട്ടുള്ളതാണ്, നിങ്ങൾ നേരിട്ട് വന്നിട്ടുള്ളതാണ്. സോ അതൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല, നമുക്ക് എളുപ്പമായിരിക്കും ക്ലാസ് എടുക്കാനായിട്ട്. So back to our Montessori prepared environment. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എൻ്റെ PDF പ്രിന്റ് ഔട്ട് ആണ്. 127. സോ മോണ്ടിസോറി മെറ്റീരിയൽസ് ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്കിത് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അതിന്റെ ഒരു ബേസിക് റൂൾസ്, കുട്ടികളുടെ മുന്നിൽ നമ്മൾ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ. നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിലും കുറെ അതിന്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇനീഷ്യലി ഫസ്റ്റ് ബാച്ചുകളിലെല്ലാം നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു പ്ലേസിൽ വെക്കും, കുട്ടികൾ അവിടെ നമ്മൾ എടുത്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മോണ്ടിസോറി മെത്തേഡ് എന്ന് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ എന്ന്, ആ രീതിയിൽ പോവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഏരിയ വൈസ് വെക്കാം. അപ്പോൾ ഓരോ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മനസ്സിലായി. നമുക്കൊരു സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ എന്ന് നമ്മൾ പറയുന്നത്, സ്ട്രക്ചർ ആൻഡ് ഓർഡർ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിന് അതുപോലെ അതായി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഏത് ഏരിയ എന്ന് ആദ്യം പറഞ്ഞു, അങ്ങനെ സെലക്ട് ചെയ്ത് വന്നു. പക്ഷെ ആദ്യം പറഞ്ഞവർ പറയട്ടെ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്ത് മറ്റു ഗ്രൂപ്പുകാരായിരുന്നു. ദാറ്റ് ഈസ് പേഷ്യൻസ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നതാണ് ആ ഒരു പേഷ്യൻസ്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ, എന്റെ ടേൺ വരുന്നവരെയും ഞാൻ ക്ഷമയോടെ നിൽക്കും. അപ്പൊ ഒരു മെറ്റീരിയലും ഉള്ളെങ്കിൽ അവരത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള ആ ഒരു പേഷ്യൻസ്. അപ്പൊ ഇതെല്ലാം നിങ്ങളിലൂടെ വന്നു. നിങ്ങൾ അറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അതെല്ലാം വന്നു. പിന്നെ ഒരു കോപ്പറേഷൻ അല്ലെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വേറൊരാൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നു. കോപ്പറേഷൻ. പിന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ദാറ്റ് ഇസ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ. ഈ പറയുന്ന എല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവിടെ മാത്യൂസും എബ്രഹാമും ഉണ്ടായിരുന്നു. സോ അവര് വന്നപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിന്റെ ആ ഒരു ക്ലൈമറ്റേ മാറി. പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരുമായിട്ട് മേർജ് ആവുകയും ചെയ്തു. ഓക്കെ. സോ മോണ്ടിസോറി മെറ്റീരിയൽസിൽ മെയിൻ ആയിട്ട് ഞാൻ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് അതിനെപ്പറ്റി. അതായത് ഈ മെറ്റീരിയൽസ് കുട്ടികളുടെ മുന്നിൽ ചുമ്മാ അങ്ങ് പ്രസന്റ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫണ്ടമെന്റൽ ലെസൺസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ, പ്രസന്റ് ചെയ്യുന്നതിന്, അതായത് ഡെമോ അവർക്ക് കൊടുക്കുന്നതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് 3 സിംപ്ലിസിറ്റി, ബ്രെവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഈ ക്യാരക്ടറിസ്റ്റിക്സ് മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫ്ലിക്ട്സും കൺഫ്യൂഷനും വരില്ല. നമ്മൾ എന്ത് കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട്, ചില ആളുകളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഫുൾ കഥ പറയും. ചില കാര്യങ്ങളിൽ കേൾക്കാൻ അത് രസമാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് മടുപ്പ് തോന്നും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ എന്തെങ്കിലും പറയുന്നതിന് ഒരു ഇന്റർവ്യൂ ബോർഡും അക്സെപ്റ്റ് ചെയ്യില്ല, അവർ ശ്രദ്ധിക്കില്ല. അതേസമയം നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ചുരുക്കി എന്തിനെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആകും. കാരണം ടൈമിനെ വാല്യൂ ചെയ്യുന്നതാണ് ഓരോ ആളുകളും. ഇപ്പൊ വെറുതെ അവരുടെ സമയം കളയാനായിട്ട് എനിക്ക് കുറെ അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നതല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി സിമ്പിളായിട്ട് ബ്രീഫായിട്ട് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ അവര് ഇംപ്രസ്ഡ് ആകും. ഇത് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ ഇറ്റ്സ് ഗുഡ്. ഈവൻ കുറെ ഇങ്ങനെ കഥ പറയുന്ന അങ്ങനെ രീതിയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലയിടത്ത് വഴക്കുകൾ സംഭവിക്കാം അല്ലെ. ചിലപ്പോ നമുക്കറിയാം നമ്മൾ പല റിലേഷനുമായിട്ട് കണക്റ്റഡ് ആണ് ആളുകളുമായിട്ട്. അപ്പൊ ചിലപ്പോ
നമ്മൾ അറിയാതെ ഔട്ട് സ്പോക്കൺ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിന് കളിയാക്കിയതായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചായിട്ട് പറയുമ്പോഴേക്കും അത് ഭയങ്കര ഒരു ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, നമ്മളെ അപ്രോച്ച് ചെയ്യാൻ അവർ മടിക്കില്ല. അങ്ങനെയുണ്ട്. മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ് ആ ഒരു നോൺ വെർബൽ ക്യൂസ്, നമ്മുടെ മുഖത്ത് മാറി വരുന്ന ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് നമ്മളോട് ഒരു അടുപ്പം അവർ കാണിക്കും. അങ്ങനത്തെ ഒരു കാര്യം. ഞാൻ 1 വീക്ക് ഞാൻ അവിടെ ബാംഗ്ലൂർ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും അവിടെ ചെയ്തത്. ആളുടെ വീട് ഞങ്ങളുടെ ഈ മെഡിക്കൽ ഇത് ചെയ്യുന്നതിന്റെ ദൂരെ ആയത് കാരണം എനിക്ക് ഈ എയർഫോഴ്സിന്റെ ഇന്ത്യൻ എയറോസ്പേസ് മെഡിസിൻ എന്നുള്ള ആ ഒരു ഹോസ്പിറ്റലിലായിരുന്നു മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പൊ അതിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അപ്പൊ ഇനീഷ്യലി അവർ ഭയങ്കര നമ്മളോട് ഒട്ടും, ഈ ഹോട്ടലിലെ സ്റ്റാഫ് ഒട്ടും നമ്മളോട് ഇങ്ങനെ ഭയങ്കര അവരൊക്കെ അങ്ങനെ ആയിരിക്കും, അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ പോവാൻ പറഞ്ഞത് ഭയങ്കര സ്നേഹമായിരുന്നു. ലൈക്ക് അങ്ങനെ ഒരു നല്ലൊരു അത്രയും ദിവസം ഞാൻ ഒരു ദിവസം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ആയല്ലോ, ഫ്രൈഡേ എക്സ്റ്റെൻഡ് ആയി പറഞ്ഞു. നമ്മൾ ശനിയാഴ്ചയാണ് ചെക്കൗട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മൺഡേ ചെക്കൗട്ട് എന്ന് പറഞ്ഞു. പക്ഷെ മൺഡേ പോവാൻ നിർത്തി ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ലഗേജ് ഇവിടെ നിന്ന് വയ്ക്കുവാണ്, കാരണം അത് കൊണ്ട് ഇങ്ങനെ നടക്കണ്ടേ, അപ്പൊ അതിനൊരു സ്പേസ് എനിക്ക് തരണം. പിന്നെ അഥവാ ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വരുന്നുണ്ട്. അയാളോട് അതിനെന്താന്നു. പക്ഷെ അവിടെ നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു. ഈ ഡിഫൻസിലുള്ളവർ, അതായത് നേവി, ആർമി, എയർഫോഴ്സ്, ഈ മൂന്നിലും ജോലിയുള്ള ആൾക്കാർക്ക് ഇവർക്ക് എല്ലാം വർഷത്തിലൊരിക്കലും ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. അപ്പൊ ഇവര് എല്ലാവരും ഈ വരുന്നതാണ്. അപ്പൊ ഇതിന് അടുത്തുള്ള നല്ലൊരു താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. അപ്പൊ അത് ഫുള്ളായിരുന്നു. ഇപ്പൊ തിരിച്ച് വൈകിട്ട് എന്നപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റില്ല, എക്സ്റ്റെൻഡ് ചെയ്തു, എനിക്ക് റൂം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, മാം രാവിലെ പറഞ്ഞപ്പോ തന്നെ ഞാനൊരു കീ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഉറപ്പില്ലായിരുന്നല്ലോ, അവർക്ക് വേണമെങ്കിൽ എനിക്ക് തരാതിരിക്കായിരുന്നു. പക്ഷെ രാവിലെ ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് അയാൾ മാനിച്ചു. അയാൾ എനിക്കൊരു കീ എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ അത് നമ്മള് ഇപ്പൊ എനിക്ക് അറിയില്ലാത്ത സ്ഥലം, അവരുടെ ലാംഗ്വേജ് വേറെ, പക്ഷെ വട്ട് എവർ ഇറ്റ് ബി, സംടൈംസ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന് മുകളിലേക്ക് പോകാറുണ്ടല്ലോ, അത് തന്നെയാണ്. അത് എന്നെ അവിടെ എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം അല്ലെങ്കിൽ കൊച്ചിനെയും കൊണ്ട് ലഗേജും കൊണ്ട് ഞാൻ അവിടെ വേറെ ഏത് ഹോട്ടൽ അന്വേഷിച്ച് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. കാര്യം ഫ്രണ്ട് ഉണ്ട്, അതിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാനും എനിക്കൊരു വിഷമം. ആൾക്കതൊരു പ്രശ്നമില്ലായിരുന്നു, എന്നാലും അത് നല്ല രീതിയിൽ നടന്നു. കുറെ ദിവസം എടുത്തെങ്കിലും അവൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി. കുറെ പേരെയൊക്കെ അൺഫിറ്റ് ചെയ്തു, ടെമ്പററി അൺഫിറ്റ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വരൂ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരൂ, അങ്ങനെ ഇങ്ങനെ അവരുടെ അപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനിലെ ചെറിയ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് അങ്ങനെ വരൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കുട്ടിയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ശരിക്കും വിഷമം തോന്നിയ. കുട്ടി കുറെ നാളുകളായിട്ട് കയ്യിലൊരു ചരട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചരട് അഴിക്കാൻ പറഞ്ഞു. ഈ ചരടില് നമ്മൾ രാഖിയൊക്കെ പോലെ ഇല്ലേ, ഇങ്ങനെ വട്ടത്തിലൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥിരം കെട്ടിയത് കാരണം ആ ഒരു ഷേപ്പിൽ അതിന്റെ കയ്യിലൊരു പാട്. അവർക്ക് സംശയം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതാണോന്ന് എന്നും പറഞ്ഞ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കൊക്കെ ആ കുട്ടിയെ വിട്ടു. ഭയങ്കര ടഫായിരുന്നു ആ മോന്. അവൻ എന്തായെന്ന് എനിക്കറിയില്ല, അവൻ ഫിറ്റ് ആയോ എന്നുള്ളതും അറിയില്ല. അങ്ങനത്തെ ഒക്കെ നമ്മളവിടെ ഇരിക്കുമ്പോ ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ കേൾക്കുക. ഓക്കെ, ജോലിക്കാരും ഉണ്ട്, പഠിക്കാൻ വരുന്ന പിള്ളേരുടെയും എല്ലാം. ഇനിയിപ്പോ ഇവൾക്ക് നെക്സ്റ്റ് ഇയർ ഇതേ ടൈമിൽ വീണ്ടും ചെയ്യണം. കാരണം അവര് എല്ലാ വർഷവും ഫിറ്റ്നസ് എന്നാൽ മാത്രമേ ഇവർക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെയാണ്. ഞാനിത് ഒരു അറിവ് പറഞ്ഞു തന്നത്, ഇതുപോലെ ആരെങ്കിലും ഇതുപോലുള്ള ഏവിയേഷൻ, ആർമി, ഡിഫൻസ്, നേവി, എയർഫോഴ്സിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടെന്ന്. പക്ഷേ IAM ഇന്ത്യൻ എയറോസ്പേസ് മെഡിസിൻ, എയർഫോഴ്സിന്റെ ഇതിൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല പ്രിവിലേജുമാണ്, നല്ല ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് ലെസ് കോസ്റ്റ് ആണ്. ഗവൺമെന്റിന്റെ അല്ലേ 3000 സംതിങ് ആവുള്ളൂ. സെയിം നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെയ്യാം. അവര് 40,000 to 50,000 വരെ ചാർജ് ചെയ്യും. പിന്നെ അവിടെ അവർ കറക്റ്റ് ആയിട്ട് നോക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ പാസ്സാക്കി വിടും, കാരണം അവർക്ക് കാശ് മതി. അപ്പം നമ്മൾ എവിടെയെങ്കിലും ജോബിന് ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒക്കെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അപ്പോളോ എന്നാണ് കാണുമ്പോൾ അവർ റിപ്പീറ്റ് ചെയ്യിക്കും, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതേസമയം IAM ചെയ്യുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യേയില്ല. അവർക്കറിയാം അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. ഇതൊക്കെ ഒരു അനുഭവമായിരുന്നു. ഞാനിത് പലരോടും ഷെയർ ചെയ്തു. കാരണം പലരുടെയും കുട്ടികള്, കസിൻസ്, റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇനീഷ്യലി ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പോണതിന് അറ്റ്ലീസ്റ്റ് 10 ഡേയ്സ് മുമ്പ് ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ചൂടുവെള്ളം മാത്രം കുടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ആരെങ്കിലും അറിയുവാണെങ്കിൽ. ഓക്കെ,
ബാക്ക് ടു മോണ്ടിസോറി മെറ്റീരിയൽസ്. അപ്പൊ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടി വളരെ ആഗ്രഹിച്ചിരിക്കുമായിരിക്കും മെറ്റീരിയൽസിനെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യാൻ. അപ്പൊ ചെന്ന് നമ്മൾ കുറേ കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനത് ശ്രദ്ധിക്കില്ല. അവന് എത്രയും പെട്ടെന്ന്, ക്ഷമയില്ല, എത്രയും പെട്ടെന്ന് ചെയ്യണം. അവൻ എത്ര ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അവന്റെ മുന്നിൽ ബ്രീഫായിട്ട് അത് പ്രസന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങ് മാറുക, ഒബ്സർവ് ചെയ്യുക, കുട്ടി തന്നെ കാര്യങ്ങൾ ചെയ്യണതും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇടപെടരുത്, നമ്മൾ ഒബ്സർവ് ചെയ്യുക, അവനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റിപ്പോകുമ്പോൾ അവർ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുക. അപ്പൊ ഓട്ടോ കറക്ഷൻ അവിടെ നടക്കുന്നു, ഓട്ടോ എഡ്യൂക്കേഷൻ അവിടെ നടക്കുന്നു. അത് കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, സൈക്കിക് ഡെവലപ്മെന്റ്. ഇനിയിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. മോണ്ടിസോറി മെറ്റീരിയൽസ് എന്നുള്ള ആ ഒരു ടോപ്പിക് 2 പാരഗ്രാഫിന് തോന്നുന്നു. അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Yes, ma'am. Montessori materials. Dr. Montessori detected through her studies the kinds of things children enjoy and hold their attention. This is the basis of creating fascinating, self-correcting materials for children to learn and explore. Children are introduced to the materials in a careful presentation. A lesson is given slowly and precisely to the child. The child is able to observe carefully without disruption. These dismable steps are in order to increase understanding and success when the child uses the materials later. Points of interest are shown to attract the child's attention. Alternation and expansions are given to each lesson, building upon fundamentals. Their aim is not an external one of teaching children skills or offering children knowledge through correct usage. Rather, the aim is an internal one of assisting the child of self-construction and psychic development. The first essential for the child's development is concentration. He must find out how to concentrate, and for this he needs things to concentrate upon. Indeed, it is just here that the importance of our schools really lies. They are places in which the child can find the kind of work that permits him to do this. The materials must aid the internal formation of the child. The material must coincide with the child's inner needs. This means that materials must be presented at the right moment of the child's development. Montessori suggested age levels for introducing each material to the child. However, the sensitive period for introduction of the material must be determined by observation. Thank you, ma'am. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ. കാരണം അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കാനായിട്ട്. മെറ്റീരിയൽസ് കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ ചിലപ്പം ചില മെറ്റീരിയലിന്റെ ഷേപ്പും സൈസും കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നും. നമ്മളത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും അവനത് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ള ഡിവിഷൻ ബോർഡാണ് കുട്ടി കണ്ട് അട്രാക്റ്റഡ് ആയത്. അത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രസന്റ് ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ, നമ്മളും ചെയ്തത് അങ്ങനെയല്ലേ, ഫസ്റ്റ് നമ്മൾ ഫെമിലറൈസേഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നും കൗണ്ടിങ്ങും ഒക്കെ മനസ്സിലാക്കിയിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആ ഒരു ഓർഡറിലായിരുന്നു നമ്മൾ പോയത്. ബീഡ്സ് വെച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ബോർഡിലേക്ക് നമ്മൾ പോയത് അല്ലെ. കുട്ടി ചിലപ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് അവൻ അറിയാതെ വരും എങ്ങനെയാണ് കൗണ്ടിങ് ഒന്നും ചിലപ്പോൾ അറിയില്ലെങ്കിൽ അവൻ അറിയില്ല. ഓരോ നമ്പർ ഇപ്പൊ 3ഉം 4ഉം അവന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവൻ നമ്പർ ഫെമിലറൈസേഷൻ ആയിട്ടില്ല. നമുക്ക് കുട്ടിയെ അതിൽ നിന്നും മാറ്റി അവന് പറ്റിയ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരും. മറിയ മോണ്ടിസോറി ഏജ് വൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ത്രൂ ഒബ്സർവേഷനിലൂടെ ഒരു കുട്ടി ഏത് ചെയ്യാനാണ് ആയിട്ടുള്ളത്. ചിലപ്പോൾ 6 വയസ്സുകാരൻ, അവന് ലാംഗ്വേജ് ഏരിയയില് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ അവന് ഓക്കെ ആയിരിക്കും. പക്ഷെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ അവന് നമ്പർ ഫെമിലറൈസേഷൻ ആയിട്ടില്ല. സോ ദാറ്റ് മീൻസ് അവന് 6 വയസ്സുണ്ട് എന്ന തരത്തിൽ നമുക്ക് ബോർഡ് ഗെയിംസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ കൊടുക്കാറായിട്ടില്ല. അപ്പൊ ഈവൻ ദോ ജനറലി മറിയ മോണ്ടിസോറി ഏജ് വൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബൈ ഒബ്സർവേഷൻ വേണം നമ്മൾ കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റി വേണമെന്ന് തീരുമാനിക്കാൻ. പിന്നെ കുട്ടി അതിന്റെ കറക്റ്റ് യൂസേജ് മനസ്സിലാകും.
അവനത് ശരിയല്ല എന്ന് തോന്നിയാൽ അവൻ ആദ്യം ചെയ്യും, പിന്നെ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റഡ് വർക്ക് അവന് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അവൻ അതിനെ കറക്റ്റ് അവന്റെ എയിമിലേക്ക് എത്തും. അപ്പൊ റിപ്പീറ്റഡ് വർക്കാണ് കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ അവിടെ കാര്യമാവുന്നത്. ഞാൻ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ത്രൂ ഡാഷ് വർക്ക് ദ ചൈൽഡ് ബിക്കം സെൽഫ് കൺസ്ട്രക്റ്റീവ് എന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഹാർഡ് വർക്ക്, ഹെവി വർക്ക്, സിമ്പിൾ വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എക്സാമിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട, ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ്, ഇതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മുഴുവൻ ഒരാൾക്ക് വായിക്കാൻ പറ്റില്ലേ, നമ്മൾ കുറച്ചുപേരല്ലേ ഉള്ളൂ. ഓരോന്ന് വായിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്, അത് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഉണ്ടാവില്ലേ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യുന്നത്? മാം 3 പോയിന്റ് പറഞ്ഞില്ലേ, സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒരു പോയിന്റ് അത് ഞാൻ മനസ്സിലായില്ല. ഒബ്ജക്റ്റീവ് അതായത് എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അത് മാത്രം. പണ്ടൊരു കോമഡി ഒക്കെ പറയാറില്ലേ, പശുവിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോ പശുവിനെ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് കഥ പറയണേ, നമ്മൾ കേട്ടിട്ടില്ലേ? സെയിം തന്നെ, നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് മാത്രം പറയുക. ഓക്കെ, ഇവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, ഡിസെമ്പിൾ. അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കാൻ അറിയില്ല. പെർസെപ്റ്റബിൾ, അതായത് നമ്മൾ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഓരോന്നും മനസ്സിലാക്കുന്നത്. സെൻസസ് അവരുടെ ഇന്റലക്ച്വൽ ഇത് വെച്ചിട്ടാണ് മെറ്റീരിയൽസിനെ പറ്റി, അതിന്റെ ഷേപ്പ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും സൈസ് ആണെങ്കിലും അവർ മനസ്സിലാക്കുക. അവരുടെ മുന്നിലെല്ലാം കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ്. ത്രൂ കോൺക്രീറ്റ് ഒബ്ജക്ട്സിലൂടെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. ഓക്കെ, സോ അടുത്ത പോർഷനിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ മാം. ഓക്കെ, ആരാ റെഡിയാ? ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ റെഡി ചെയ്യാമോ? സജ്ജന, ശ്രുതി എല്ലാരും പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, 3 പോയിന്റ്സ് സജ്ജന വായിക്കട്ടെ, ലവ്ലി, ആൻഡ് ലാസ്റ്റ് 2 പോയിന്റ്സ് ശ്രുതി വായിക്കട്ടെ. ഓർ എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് 3 ഒരാൾ വായിക്കുക, ലാസ്റ്റ് 2 ഒരാൾ വായിക്കുക. ഓക്കെ മാം. Principles of the Montessori materials. Each material must have a definite purpose and be meaningful to the child. First point, the difficulty or the error that the child is to discover and understand must be isolated in a single piece of material. For example, the long rods will be present only a variation in length and not in color or in design. Such isolation will help the child focus on the problem more eagerly. Second point, the materials progress from simple to more complex in designs and usage. A good example, the rods. After discovering the length, using the long rods which differ only in length, the child is then introduced to the number rods. The number rods are used to teach the child to count. A third set, small rod, is used to teach children more complicated mathematical problems. 2 points വായിച്ചാ മതിയോ മാം? തേർഡും കൂടെ വായിച്ചോളൂ. The materials are designed to prepare the child diffusely for future learning. The sandpaper letters are used to instruct children the sound of the letters of the alphabet. By tracing the sandpaper letters with his fingers, he builds a muscular memory of the shape of the letters of the alphabets and therefore preparing him to write one day. This principle of indirect preparation empowers the child to experience success in this endeavor much more readily and aids the development of self-assurance. ഓക്കെ, സോ നമുക്ക് ഈ 3 പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി 2 വായിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും, ഞാൻ പല പ്രാവശ്യം നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ പറഞ്ഞു, സിമ്പിൾ ടു കോംപ്ലെക്സ് അല്ലേ? നമ്മൾ കുട്ടികൾക്ക് ആദ്യം തുടങ്ങിയിട്ട് കോംപ്ലക്സിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുക, അല്ലാണ്ട് എപ്പോഴും അവർക്ക് എളുപ്പപ്പണിയല്ല നമ്മൾ കൊടുക്കുന്നത്. അവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡിൽ പോകുന്നത്, സിമ്പിൾ ടു മോർ കോംപ്ലക്സ്. മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ് ഡിസൈൻസിൽ. നമ്മളിപ്പോ പറയുവാണെങ്കിൽ ഈ നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറും ഉണ്ടല്ലേ, ഈ രണ്ടിന്റെയും ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ 4 കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കില്ല. ഫസ്റ്റ് അതിൽ ഒരെണ്ണം, അത് അവർ നല്ലപോലെ തറവായി കഴിയുമ്പോൾ സെക്കൻഡ് വൺ കൊടുക്കും.
തേർഡ് വൺ കൊടുക്കുന്നു, ഫോർത്ത് വൺ കൊടുക്കുന്നു. പിന്നെ 4 വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുക. അപ്പൊ അങ്ങനെ സിംപ്ലിന്ന് കോംപ്ലക്സ് വരുന്നു. നമ്പർ റൂട്ട്സിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്പർ റൂട്ട്സിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. കളർ, ലെങ്ത്, നീളം കുറഞ്ഞത്, നീളം കൂടിയത്, കളറിന്റെ ആ ഒരു ബ്ലൂ, റെഡ്, അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നു. സോ അതിൽ നിന്ന് ഒരു ഈവൻ ഓഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കും. ഏറ്റവും അവസാനമാണ് നമ്പർ റൂട്ട്സ് വെച്ചിട്ട് നമ്മൾ അവര് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ മനസ്സിലാക്കുന്നു. ഏറ്റവും അവസാനം അത് വെച്ചിട്ടുള്ള അഡീഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ അതിൽ വരുന്നത്. അതാണ് നമ്പർ റൂട്ട്സ് ഒരു ഗുഡ് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. പിന്നെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് കുട്ടി ട്രേസ് ചെയ്തിട്ടാണ് ആൽഫബറ്റ്സ് പഠിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അവരെ 2 ലൈനും 4 ലൈനും ഒക്കെ എഴുതിക്കാം. ആഫ്റ്റർ ദാറ്റ് അതിനു മുമ്പ് കുട്ടിയുടെ ഫിംഗേഴ്സ് ഡെവലപ്പ് ആകണം. മസ്കുലർ മെമ്മറിയാണ്. ആ അക്ഷരത്തെ പറ്റി ഏന്നുള്ള ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് വരച്ചു പോകേണ്ടതെന്നുള്ളത് വരച്ചു എന്നാണ് അവർ ആദ്യം പറയുക അല്ലെ. ആ ഒരു മസ്കുലർ മെമ്മറിയാണ് അവർക്ക് ഫോം ചെയ്യുന്നത്. ഈ കണ്ണ് കാണാത്തവര് അവരെ സംബന്ധിച്ച് മസ്കുലർ മെമ്മറിയാണ് കൂടുതലും. അവർ തൊട്ട് നോക്കി, കേട്ട് നോക്കി, കൂടുതലും തൊട്ട് നോക്കി അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ആളെ തന്നെ അവരിങ്ങനെ തൊട്ട് നോക്കിയാണ് ഇന്ന ആളാന്ന് അവര് മനസ്സിലാക്കുന്നത്. നമുക്കൊരു മൂവി ഉണ്ടായിരുന്നില്ലേ, എന്താണ് നേര് അല്ലെ, മോഹൻലാലിന്റെ ഒരു മൂവിയില് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കണ്ണ് കാണാത്തൊരു അതെ അതെ, അവള് തൊട്ട് നോക്കിയിട്ട് അതുകൊണ്ടൊരു സ്കൾപ്ചറിന്റെ മുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ഷാർപ്പായിരിക്കും അവരുടെ ആ ടാക്ടൈൽ സെൻസ്, പിന്നെ അവരുടെ ഓഡിറ്ററി സെൻസും. എവറി ഹ്യൂമൻ ബീങ്ങിന്റെ ഏതെങ്കിലും ഒരു സെൻസോ വളരെ ഷാർപ്പായിരിക്കും. നമ്മളെ ഒന്ന് എക്സാമിൻ ചെയ്താൽ, സെൽഫ് എക്സാമിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സെൻസ് ഏതാണ് കൂടുതൽ ഷാർപ്പായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ ശ്രുതി, നെക്സ്റ്റ് 2 points നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പൊ സ്കൂളിൽ പോയിട്ടും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും, പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? കാരണം ക്ലാസ്സിൽ വരാൻ പറ്റാത്തവർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികളല്ലോ. യെസ് മാം, ഞാൻ ഇന്റേൺഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ LKG ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചത് W ആയിരുന്നു. അപ്പോൾ ഒരു അഡോൺ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ആൾ ഒട്ടും എഴുതൂലായിരുന്നു. ടീച്ചറൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിപ്പിക്കുന്നത് കൈ പിടിച്ചായിരുന്നു എഴുതിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ ലെറ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഈ W ആദ്യമായിട്ട് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അത് പഠിപ്പിച്ചപ്പോൾ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും പിള്ളേർക്ക് കൊടുത്തു. ബാക്കി എല്ലാവരും എഴുതി. ഇവൻ ഒറ്റയ്ക്ക് എഴുതി. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ് കൈ പിടിച്ചാണ് അതുവരെ എഴുതിപ്പിച്ചുകൊണ്ടിരുന്നത്. ആള് ഇങ്ങനെ ഡോട്ടിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിനകത്ത് പോലും എഴുതില്ലായിരുന്നു ഒറ്റക്ക്. പക്ഷെ ഈ സാൻഡ് പേപ്പർ ലെറ്റർ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പുള്ളി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് 2-3 പ്രാവശ്യം വരച്ചിങ്ങനെ നോക്കി താനെ എഴുതി. അപ്പൊ അത് അവിടെയുള്ള ടീച്ചേഴ്സ് ആണല്ലോ അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോ അഡോൺ എഴുതിയോ? ടീച്ചർമാർ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഇത് അഡോൺ എഴുതിയോ എന്ന് വെച്ചപ്പോ ആൾ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അപ്പൊ ടീച്ചർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അഡോൺ എഴുതിയോ എന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ ഒരു സംഭവം. അതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ മാജിക്. മറിയ മോണ്ടിസോറിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലിൽ ഒന്നാണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. കാരണം അത്രയും ഒരു ചലഞ്ചിൽ നിന്നാണ് അവരുടെ മനസ്സിൽ ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. കാരണം എല്ലാ പാരന്റ്സിന്റെ ഒരു കൺസേൺ, കുട്ടികൾ എഴുതി കണ്ടു കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ പഠിച്ചു എന്നൊരു സമാധാനം നമ്മൾക്കും ഉണ്ടല്ലേ. സ്കൂളിൽ നിന്ന് ഹോംവർക്ക് ഒക്കെ കിട്ടി അവരെ എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ അവനത് എഴുതാൻ അറിയാലോ. അപ്പൊ കുട്ടിയെ എഴുതിക്കൂ വായിക്കൂ ഇങ്ങനെ പാരന്റ്സ് കമ്പൽ ചെയ്യാൻ തുടങ്ങി, കുട്ടികളും പറയാൻ തുടങ്ങിയപ്പോഴാണ് മറിയ മോണ്ടിസോറി ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടും സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ടും അങ്ങനെ സെൻസസിലൂടെ അവരെ പഠിപ്പിക്കാം എന്നുള്ള കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ആദ്യം ഉള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ ഡിസൈൻ ചെയ്തത്. പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പൊ സജ്ന പറഞ്ഞ അതേ ഫീഡ്ബാക്ക് തന്നെയാണ് ടീച്ചിങ് പ്രാക്ടീസിന് ഇതുമായിട്ട് പോയ എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സാൻഡ് പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കും, സാൻഡ് പേപ്പർ തന്നെ കൊണ്ട് ഉണ്ടാക്കും. അതിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന മസ്കുലർ മെമ്മറി എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പാണ്. ഓക്കെ ശ്രുതി, കണ്ടിന്യൂ. Okay, ma'am. Thank you, ma'am. The materials begin as concrete expressions of an idea and gradually become more and more abstract representations. An example from geometry is given below. Montessori materials are designed for auto education, and the control of error lies in the materials themselves rather than in the teacher. The control of error lies in his use of the materials and permits him to recognize his own mistakes. The 4 wooden cylinder blocks are given good example. If the child makes a mistake
in replacing the cylinder into the socket, there will be one cylinder left over. Control of error is any kind of indicator which tells us whether we are going towards our goal or away from it. We must provide this as well as introduction and materials on which to work. The power to make progress comes in large measures from having freedom and an assured path along which to go. But to this must also be added some way of knowing if and when we have left the path. If the child is not able to see the control of error in the material, the child is not ready for the exercise, or in other words, he is not at the stage of expansion. Thank you, ma'am. ഓക്കെ, അത് സിലിണ്ടർ നിങ്ങൾ ചെയ്തപ്പോഴും കൺഫ്യൂഷൻ വന്നു അല്ലെ, ഏത് ഏതില് എന്താ ഇവിടെ പ്രശ്നം എന്നൊന്നും നമുക്ക് മനസ്സിലാകാതെ വന്നു ആ ഒരു ഗ്രൂവിലേക്ക് അതിനെ വെക്കാനായിട്ട്. അപ്പൊ കുട്ടികൾ ചിലപ്പോ ആസ് ആൻ അഡൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ ആ വിട്ടും ഹൈറ്റും ഒക്കെ കാണുമ്പോഴേക്കും ഇത് ഇവിടെ തന്നെയാണ്, നമുക്ക് വലിയ എറർ വരില്ല. പക്ഷെ കുട്ടികൾക്ക് എറർ വരാം. അപ്പൊ അങ്ങനെ അവർ ചെയ്തു വരുമ്പോൾ ഒരെണ്ണം ലെഫ്റ്റ് ഓവർ, ഒരെണ്ണം ഒന്നിലും വെക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൊ അവരെല്ലാം തിരിച്ചെടുത്ത് വീണ്ടും അവരെ റിപ്പീറ്റ് ചെയ്യും. സോ ഓട്ടോ കറക്ഷൻ, കൺട്രോൾ ഓഫ് എറർ കുട്ടി തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, ടീച്ചറല്ല. ടീച്ചർ ചെന്ന് നീ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊന്നും പറഞ്ഞ് കുട്ടിയെ തളർത്തുന്നില്ല, അത് കുട്ടി തന്നെ. അപ്പൊ അത് കഴിയുമ്പോൾ അവരൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവും. ഇങ്ങനെ ചുറ്റും ചിലപ്പോ ഒന്ന് നോക്കും, ആരെങ്കിലും ഒന്ന് കൈയും കൂടെ അടിച്ചു കഴിയുമ്പോഴേക്കും ആൾക്ക് ഒരു റിവാർഡോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സന്തോഷമായിരിക്കും. ചിലപ്പോ തന്നെ കൈയടിക്കും. അങ്ങനെയും ചെയ്ത കുട്ടികളുണ്ട്. എനിക്ക് ഒരു 11ലെ ഒരു കുട്ടിയാന്ന് തോന്നുന്നു, 11ലെയോ 10ലെയോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. മോൻ അറിയാതെ എടുത്ത ബാക്കിൽ നിന്നത് പിങ്ക് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചാർട്ട് പേപ്പർ വെച്ചിട്ട്. മോൻ ഇച്ചിരി ADHD പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണ്, 7 വയസ്സുണ്ട്, പക്ഷെ ഇച്ചിരി ലേണിംഗ് ഡിസോർഡർ ഉണ്ട്. ഈ മോൻ പിങ്ക് ടവർ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാം. ഇടയ്ക്ക് എപ്പോഴോ ചെന്നപ്പോ ഏതൊരു 5th 6th ആ ഒരു ക്യൂബിന്റെ അടുത്ത് എത്തിയപ്പോഴാണോ എന്നറിയില്ല, മാറിപ്പോയി ആൾക്ക്. വെച്ചു വന്നപ്പോ ആൾക്ക് മനസ്സിലായി അവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ ഭാഗത്ത് തിരിച്ചെടുത്തു, വീണ്ടും അവൻ അത് റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അവൻ തുള്ളി ചാടിയിട്ട് കൈ വിട്ടുമായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് അയച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോ. അപ്പൊ ആ ഒരു കുട്ടി അത് കറക്റ്റ് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനത് ഫുൾഫിൽ ചെയ്തു. ഒരു അച്ചീവ്മെന്റ്, കംപ്ലീഷ്ഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു നേട്ടം അവനെ സംബന്ധിച്ച് അത്രയും വലുതായിരുന്നു. അവന്റെ പാരന്റ്സിനും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുട്ടികളിലാണ് ഇത് വരുന്നത്. കാരണം ഈ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത അതാണ്, ആ കൺട്രോൾ ഓഫ് എറർ അവർ തന്നെ കണ്ടുപിടിക്കുന്നു. അവർക്ക് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളല്ലാതെ കുട്ടിയുടെ അടുത്ത് നീളം കൂടിയത്, നീളം കുറഞ്ഞത്, വെയിറ്റ് ഉള്ളത്, വെയിറ്റ് കുറഞ്ഞതെന്നും നമ്മൾ പറഞ്ഞ ക്ലാസ് എടുക്കുമല്ല ചെയ്തേ. അതിന് പകരം ഓരോ ഒബ്ജക്ട്സ് വെച്ചു കൊടുക്കുക. അപ്പൊ അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അവർക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നു, ലെങ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു, ഷേപ്പ് മനസ്സിലാകുന്നു. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഇതായിരുന്നു. ആ കുട്ടി കൺട്രോൾ ഓഫ് എറർ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവൻ റെഡി ആയിട്ടില്ല, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. അപ്പൊ അവന്റെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഇതിലേക്ക് കൊണ്ടുവരണം. പതുക്കെ അവൻ ഇതിലേക്കാവും. നമുക്ക് പെട്ടെന്ന് കുട്ടികളെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതല്ലാന്ന് നമുക്ക് അറിയാലോ മോണ്ടിസോറി എൻവയോൺമെന്റ്. അവര് നോർമലൈസ്ഡ് ആകുന്നത് കുറെ സമയം എടുത്തിട്ടായിരിക്കും. ചില കുട്ടികൾ ഇപ്പോ 2-3 വീക്സിന് കൊണ്ട് ചെയ്യായിരിക്കും, ചില കുട്ടികൾക്ക് 2-3 മന്ത്സ് ആയിരിക്കും. ഓക്കെ, അതിലൊന്നും കാര്യമില്ല. അവിടെ എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു പേസ് കിട്ടുന്നുണ്ട്. പേസ് ആൻഡ് സ്പേസും പേസും കിട്ടുന്നുണ്ട്. അവർക്ക് അത് ചെയ്യാനുള്ള സ്ഥലവും അതുപോലെ തന്നെ അവരുടെ സ്പീഡിൽ ഓൺ റേറ്റിൽ അവർക്ക് ചെയ്യാം. അവരെ പ്രഷറൈസ് ചെയ്യുന്നില്ല ആരും. അവർക്ക് അവരുടെ സമയം എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിക് റൂൾസ് 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 5 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Right. Basic rules in the use of Montessori materials. Montessori materials are designed with the serious purpose, that is to support the child in this psychic development. Therefore, children are required to treat them with respect. They must handle them carefully and only after their use is understood. When using materials, children must bring all the materials essential and arrange them in order on the mat or table. When they have finished using the materials, the children must return it
to the shelves, leaving the materials in good order for the next child. The introduction of new materials to the child is called the fundamental lesson. The goal is not only to present the child with the key to the materials and their possibilities, but also to enable the teacher to discover the child's inner progress and therefore his actual stage of development. Generally, lessons are given on an individual basis. This is because no two children can be particularly in the same stage of development. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒബ്സർവേഷൻ അത് ചെറിയ പണിയല്ല കേട്ടോ, നല്ല റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്. നമ്മൾ തലയിൽ വേറെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരിക്കലും കുട്ടികളെ ഒബ്സർവ് ചെയ്യരുത്. നമുക്ക് പറ്റുന്നില്ല, നമുക്ക് എന്തോ ടെൻഷൻ കാരണം കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആ മോണ്ടിസോറി എൻവയോൺമെന്റ് വേറെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഒന്ന് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് വേണം കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് അവർ ലൈഫ് മെഡിറ്റേഷൻ ഒരു ഭാഗമാക്കാൻ പറയുന്നത്. ദിവസം 10 മിനിറ്റ് പറ്റിയാൽ അത് ചെയ്താൽ ആ മൈൻഡ്ഫുൾനെസ് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കും. അതുകൊണ്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കാര്യം നമ്മൾ വിചാരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ ചുമ്മാ നോക്കി നിന്നാൽ മതിയല്ലോ. ബട്ട് അതല്ല, അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പണിയാണ്. ഒരു ടീച്ചർക്ക് വന്നിട്ട് സിലബസ് തീർക്കാം, പോർഷൻസ് തീർക്കാം, പക്ഷെ കുട്ടിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പലപ്പോഴും ഒരു ട്രഡീഷണൽ ടീച്ചർ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ഇല്ല, എന്നാലും അങ്ങനെയുണ്ട്. എനിക്ക് പോർഷൻ തീർക്കുക, ഏത് സ്കൂളിൽ ചെന്നാലും ടീച്ചേഴ്സ് പറയുന്നത് ഇതാണ് ഞാൻ കേട്ടില്ലേ, പോർഷൻ തീർക്കുക, പോർഷൻ തീർക്കുക, പോർഷൻ തീർക്കുക, സിലബസ് തീർക്കുക. പക്ഷെ അത് കുട്ടിയിലേക്ക്, ഒരു കുട്ടിയല്ല, ആ എല്ലാ കുട്ടികളിലും എങ്ങനെ കിട്ടി എന്നുള്ളത് ടീച്ചർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, വെരി ഡിവൈൻ. ശരിക്കും മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ദൈവമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ടീച്ചർ തന്നെയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ ചെയ്യാനുള്ള അവന്റെ ആക്ച്വൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടില്ല, അവന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ ആ ഡെവലപ്മെന്റിന്റെ ആക്ച്വൽ സ്റ്റേജ് ആയിട്ടില്ല, ഇനിയും അതിന് സമയമുണ്ട് എന്നുള്ളത് ആ ടീച്ചർക്ക് മനസ്സിലാകും. അപ്പൊ നമ്മള് അവനെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ചില ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട്. കാരണം ഡീവിയേറ്റഡ് കുട്ടികളെ നോർമലൈസ്ഡ് ആക്കാൻ ആദ്യം അവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ സാധാരണ ട്രഡീഷണൽ ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ കഥ പറഞ്ഞ് പാട്ടുപാടി അവരുമായിട്ട് ഡാൻസ് ചെയ്ത് അവരെ ഒന്ന് പതുക്കെ കൊണ്ടുവരുവാണ്. അവരെ ആ ഒരു വേൾഡിലേക്ക്, ആ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവന്ന് അവരതുമായിട്ട് ചേർക്കുവാണ്. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചർക്ക് എടുക്കേണ്ടി വരും. ഡിപ്പെൻസ് ആ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച്. എപ്പോഴും കുട്ടികളിലെ കഴിവ് കണ്ടെത്തുന്ന ടീച്ചർമാര് തന്നെയാണ് അല്ലേ. ആ ഒരു ഡിവൈൻ ക്വാളിറ്റി ടീച്ചേഴ്സിനുണ്ട്. ഒരു കുട്ടിയിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടോ അത് കണ്ടെത്തി പാരന്റ്സിനെ അവരെ അറിയിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ വരയ്ക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പാടാൻ, അല്ലെങ്കിൽ അവൻ ചിലപ്പോ ലാംഗ്വേജിൽ വേർഡ്സ് വൊക്കാബുലറി ആയിരിക്കാം, അതൊക്കെ ഭയങ്കര ഒരു കഴിവാണ്. ഭയങ്കരമായിട്ട് വൊക്കാബുലറി യൂസ് ചെയ്യുന്നു. ചിലർ തിരിച്ചു ചൊല്ലും, അതൊക്കെ ഒരു കഴിവ് തന്നെയല്ലേ അല്ലെ. ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പറയും, അല്ലെങ്കിൽ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെല്ലിംഗ് തിരിച്ചു പറയും. അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. അപ്പൊ അത് ഓരോ കുട്ടിയിലും യുണീക്ക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, തിരിച്ചറിയുന്ന ടീച്ചർ തന്നെയാണ്. സോ നിങ്ങൾക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടായിരിക്കും, ഒരു നമ്മളുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ വാട്ട് എവർ ഇറ്റ് ബി, നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് വർക്ക്, ഒരു വാല്യൂ ഫോർ ലൈഫ് എന്ന് തന്നെ പറയാം. പല ലൈഫിന് ഒരു നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ശരിക്കും ടീച്ചേഴ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും. നമ്മൾ തന്നെ ആലോചിച്ചറിയാം, നമ്മൾ ചില ടീച്ചർമാര് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് അവരുടെ ഫോട്ടോ ഒന്നും സെപ്പറേറ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ നമ്മളുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ തെളിഞ്ഞു വരുന്ന കുറെ രൂപങ്ങളിലൊന്ന് ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത്രയും നമ്മളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആ ഒരു ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെന്റൽ ലെസൺസ് ആർ ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5 കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ബുള്ളറ്റ് പോയിന്റ്സ്. നിങ്ങൾ നോക്കിക്കോളൂ. അത് ആരാ ഒന്ന് റീഡ് ചെയ്യാ? എല്ലാവർക്കും വായിക്കാട്ടോ പ്ലീസ്. ഞാൻ വായിക്കാം. പ്ലീസ്. The fundamental lessons are defined as: first point, a decisive impression of contact with the external world. It is the clear scientific,
predetermined character of this conduct, which categorizes it from the mass of indeterminate contacts which the child's continually receiving from his ambience. Teachers must have, through knowledge of all Montessori materials, teachers should have sufficient practice beforehand. The fundamental lesson has three characteristics: brevity, simplicity, and objectivity. By using few words, the teacher will present the material to the child and leave the child to retect. After presentation of the material to a child, the teacher invites the child to use the material. During the first use of the material by the child, the teacher remains with him to observe his action, taking care not to impede his liberty. Thank you, ma'am. നല്ല കളിയാന്ന് തോന്നല്ലോ. മോനെ മിസ്സാവുന്നൊരു വണ്ടി ഓടിച്ചു. നമുക്ക് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് തോന്നിയില്ലേ? അവരോട് ഇത് കളിച്ചോട്ടെ. ഫണ്ടമെന്റൽ ലെസൺസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ? ആ ഒരു സിംപ്ലിസിറ്റി, ബ്രെവിറ്റി, ഒബ്ജക്ടിവിറ്റി. പിന്നെ ഒരു മെറ്റീരിയൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു കുട്ടിക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമുക്ക് ആ മെറ്റീരിയൽസിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ നല്ല ടീച്ചർമാരെ നോക്കിയാൽ അറിയാം. നല്ലത് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അവര് ചിലപ്പോ 30ാമത്തെ പ്രാവശ്യമായിരിക്കും ആ ലെസൺ എടുക്കാൻ പോകുന്നത്. പക്ഷെ ആദ്യമായി എടുക്കുന്ന പോലെ അവരത് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. ഓൾമോസ്റ്റ് നിങ്ങളൊക്കെ തന്നെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ, സോ ചെന്ന് അങ്ങ് പഠിപ്പിച്ചാൽ മതിയല്ലോ എന്നല്ല. നമ്മള് ആദ്യമായി എടുക്കുന്ന പോലെ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്ത് പോകുന്നു. കാരണം നമുക്കറിയാം, നേരത്തെ പഠിപ്പിച്ച ബാച്ചിലെ കുട്ടികളെ പോലെയല്ല ഇപ്പൊ വന്നിരിക്കുന്ന 30 പേര് അല്ലെങ്കിൽ 20 പേര്. യുണീക്കാണ് ഓരോ കുട്ടി. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന് തന്നെ അനുസരിച്ച് കുട്ടികൾക്കനുസരിച്ച് നമ്മളത് മാറ്റാറുണ്ട് അല്ലെ. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാട്ടോ. മലയാളം മീഡിയത്തിലാണ് സ്കൂള് ചെയ്തത്. അതുകൊണ്ട് എന്റെ ഇംഗ്ലീഷ് പൂറായിരുന്നു. ശരിക്കും പറഞ്ഞു ഞാൻ പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആ ഒരു ചേഞ്ച് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ. പ്രീ ഡിഗ്രി ആയിരുന്നു ഒന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് ഇംഗ്ലീഷ് പഠിക്കണം. കാരണം കൊച്ചിയിലായിരുന്നു പ്രീ ഡിഗ്രി ചെയ്തപ്പോൾ ഈ ബസ്സിൽ കയറുമ്പോൾ ഫോറിനേഴ്സ് ഒക്കെ പലപ്പോഴും ബസ്സിൽ കയറും, നമ്മുടെ ബാക്കിലിരിക്കും. അപ്പൊ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ആക്സെന്റ് ആണ് എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തത്. അപ്പോ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലപോലെ ഒന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ആക്സെന്റ് വന്നില്ലെങ്കിലും അവർ പറയുന്നത് മനസ്സിലാക്കി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ മോണ്ടിസോറി 1 ഇയർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തപ്പോൾ സാറിന് ഭയങ്കര ഇംഗ്ലീഷ് ആട്ടോ. സാറ് ഒരു പ്രൊഫസറാണ്. സാറ് പല രാജ്യങ്ങളിൽ പോയി ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളുടെ മോണ്ടിസോറിയിലെ മലയാളിയാണ് ഡയറക്ടർ. സാറിന്റെ ഭാര്യ ചൈനക്കാരിയാണ്. സെയിം ഫീലിംഗ് ശ്രുതി. യെസ്, നമുക്കൊക്കെ ഉണ്ട് അല്ലെ. സാർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ സാറ് സംസാരിക്കുമ്പോൾ വളരെ സിമ്പിൾ ഇംഗ്ലീഷ് സാർ ഉപയോഗിക്കുന്നത്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എനിക്കും അതുപോലെ സംസാരിക്കാം. ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞപ്പോ സാറ് പറയാ, ദിഷ ഇംഗ്ലീഷ് ഏതൊരു ലാംഗ്വേജും മിമിക്രിയാണോ സാറ് പറയുന്നത്. ഇംഗ്ലീഷിലെ ആക്സെന്റ് കേട്ടിട്ടൊന്നും പ്രാധാന്യമില്ല, മിമിക്രിയാണ്. ഒരാള് പറയുന്ന പോലെ പറയാൻ നമ്മൾ ശ്രമിക്കും, അപ്പോഴാണ് നമുക്ക് ആ ലാംഗ്വേജിന്റെ ആക്സെന്റ് വരുന്നത് അല്ലെ. ട്രംപിനെ അനുകരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളില്ലേ, അതുപോലെ തന്നെ നമുക്ക് തോന്നില്ലേ, ഈ മിമിക്രി ആർട്ടിസ്റ്റിന് ഇത്ര നല്ല ഇംഗ്ലീഷ് അറിയോ, ട്രംപ് ഇംഗ്ലീഷ് പറയണ പോലെ തന്നെ ഇംഗ്ലീഷ് പറയുന്നത്. അപ്പൊ അതൊരു ലാംഗ്വേജ് എന്നുള്ള അത് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു പ്രാക്ടീസ് നമുക്ക് അത് ഓൾമോസ്റ്റ് ഇപ്പോ എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയിൽ നിന്ന് വന്ന 2 പേര് ഇതുപോലെ ബസ്സിൽ കയറി. അപ്പൊ ഞാൻ ഇരിക്കുന്നു, എന്റെ ഇപ്പുറത്ത് സീറ്റ് ഫ്രീ ആണ്. അപ്പൊ അതിലെ ലേഡി വന്ന് എന്റെ അടുത്ത് ഇരുന്നു. ആ ഒരു മെയിൻ ആള് വേറൊരു സ്ഥലത്തിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അവർ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തത്, പക്ഷെ ജർമ്മൻകാരുടെ ഇംഗ്ലീഷിന്റെ ആക്സെന്റ് വേറെയാണ്. പക്ഷെ എന്നാലും ക്ലിയർ ആയി. ഒരിക്കൽ പോലും എനിക്ക് പാടെന്ന് പറയേണ്ട വന്നില്ല. കേക്ക് മനസ്സിലാവാഞ്ഞിട്ടെ ഒന്നുകൂടെ പറയാനായിട്ട് അവരോട് പറയേണ്ടതില്ല. അവരൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു. ഞാനും ആ ഫീൽഡിലായിരുന്ന സമയത്താണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ വർക്കിനെ കുറിച്ചും ഇന്ത്യയിൽ അവര് സോഷ്യൽ വർക്ക് ചെയ്യാൻ കൊച്ചിയിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് വന്നതാന്നൊക്കെ പറഞ്ഞു. അവർ പഠിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വർക്ക് പോലെ വന്നതുകൊണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ.
കുറച്ചു നേരം ആണെങ്കിലും. അപ്പൊ നമ്മൾക്ക് ലാംഗ്വേജ് അത് തന്നെയാണ്. നമ്മളുടെ പ്രൊഫൈലിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും നമ്മൾ നല്ലപോലെ സംസാരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രാക്ടീസ് കിട്ടിയത് ഈ 1 ഇയർ മോണ്ടിസോറി ചെയ്തപ്പോഴാണ്, യൂസ് ചെയ്തു. നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ പെർഫെക്റ്റ് ആവുന്നത് അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കി കുറെ ഫർണിച്ചറും കുറെ ഇന്റീരിയർ ഒക്കെ ചെയ്തു, വീട് അടച്ചിട്ടു, എന്തെങ്കിലും ഭംഗി ആ വീട്ടിലുണ്ടാവും. ആ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ തുടച്ച് മിനുക്കിയൊക്കെ വെക്കുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത് അല്ലെ. അല്ലെങ്കിൽ അത് പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ ഉപയോഗിക്കാം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എല്ലാവരും യൂസ് ചെയ്യുക. അതാണ്. ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനായിരിക്കും, പാട്ട് പാടാനായിരിക്കും, കഥ എഴുതാനായിരിക്കും, കവിത എഴുതാനായിരിക്കും, മിമിക്രി ചെയ്യാനായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ, അത് മാക്സിമം യൂസ് ചെയ്യുക. ഈ ഒരു നിമിഷം രണ്ടാമത് നമുക്ക് കിട്ടില്ല, ഈ ഒരു നിമിഷം ഇപ്പോഴേ ഉള്ളൂ. അത് പറഞ്ഞു. ഒരു പാരഗ്രാഫ് വരുന്നുണ്ട്, അതൊന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ ഇൻ ബിറ്റ്വീൻ? ഞാൻ വായിക്കാം മാം. The teacher shall observe whether the child is interested in the object, how he is interested in it, or how long, etc., even noticing the expression of his face, and she must take great care not to offend the principles of liberty. For if she provokes the child to make unnatural efforts, she will no longer know the spontaneous activity of the child. If therefore a lesson rigorously prepared in brevity, simplicity, and truth is not understood by the child, is not accepted by him as an explanation of the subject, the teacher must be warned of two things. First, not to insist by repeating the lesson, and second, not to make the child feel that he has made a mistake or that he is not understood, because in doing so she will cause him to make an effort to understand, and will thus alter the natural state which must be used by her in making her psychological observation. Thank you, ma'am. ഓക്കെ, നമ്മൾ കുട്ടികളെ നിർബന്ധിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അൺനാച്ചുറൽ എഫേർട്സ്, ചില ബ്രൈബിംഗ് ഒക്കെ ചില സമയത്ത് കാണും. ഈ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാൽ നിനക്ക് അത് വാങ്ങിച്ചു തരാം. സോ അവിടെ ഒരു അൺനാച്ചുറൽ എഫേർട്ടാണ് വരുന്നത്. അവനവന്റെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യാനുള്ള അവസരമല്ല നമ്മൾ കൊടുക്കുന്നത്. കുട്ടി പ്രഷറൈസ് ആകുകയാണ്, അതെനിക്ക് കിട്ടണം, സോ ഞാൻ ഇത് എന്നുള്ള രീതിയിൽ വരും. പക്ഷെ നമുക്ക് ചെറിയ അപ്രീസിയേഷൻ, അതിനൊന്നും തെറ്റില്ല. ഇപ്പൊ സ്റ്റാർ ഒക്കെ വരച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. സ്റ്റാർ വരച്ചു കൊടുക്കും, അടുത്ത ദിവസം നിനക്ക് 2 സ്റ്റാർ ഞാൻ തരാം കേട്ടോ എന്നും കൂടെ പറയുമ്പോൾ കുട്ടി ഇത് ചെയ്താൽ തരാന്നല്ല നമ്മൾ പറയുന്നത്, നെക്സ്റ്റ് ഡേ ഞാൻ 2 സ്റ്റാറും കൂടെ തരാം കേട്ടോ എന്ന് പറയുമ്പോൾ അവനവന് ചെയ്യാനുള്ളത് തന്നെ നാച്ചുറൽ ആയിട്ട് അവനിൽ അത് വരും. അല്ലാതെ അവനൊരു വലിയ റിവാർഡ് ട്രോഫി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഭാരം അല്ലെ. അതുകൊണ്ടാണ് മറിയം മോണ്ടിസോറി റിവാർഡ്സും പണിഷ്മെന്റും. അതെന്ന് പറഞ്ഞാൽ കുട്ടിയെ അൺനാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ, നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു, നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യരുതെന്ന്. കാരണം എന്റെ മോന് 4 മാസമായപ്പോ ഇരുന്നില്ല. അപ്പോ ആളുകളുടെ കണക്ക് ഈ മാസത്തിൽ ഇത് ചെയ്യും, അടുത്ത മാസത്തിൽ ഇത് ചെയ്യും, അങ്ങനെ. മദറിൻലോ പറഞ്ഞു പില്ലോ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് നമ്മൾ പിടിച്ചിട്ട് കുട്ടി ഇരുത്താൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നല്ല ആക്റ്റീവാണ് ആള്. ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ അങ്ങനെ ചെയ്യുമ്പോ അവനായിട്ട് തന്നെ അവന്റെ ബോഡി ടേൺ ചെയ്യുക, ഇരിക്കുക, അതല്ലേ നല്ലത്? നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു സുഖമില്ലാത്ത രീതിയിലാവില്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അന്ന് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. 8ാം മാസത്തിൽ ഇവൻ നടന്നതിന് ശേഷമാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കുട്ടികളിലെയും ഡെവലപ്മെന്റ് ഒരേപോലെ ആവുന്നില്ല. പക്ഷെ അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റീസ് തോന്നിയാൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അൺനാച്ചുറൽ ആയിട്ട് കുട്ടികൾ എഫേർട്ട് എടുക്കുക, നാച്ചുറൽ ആയിട്ട് അവരുടെ പൊട്ടൻഷ്യൽ അവർ മാക്സിമം യൂസ് ചെയ്യട്ടെ. നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യരുത്, പലപ്പോഴും കുട്ടികളെ നിർബന്ധിച്ച് ഓരോന്നും ചെയ്യിക്കരുത്. പിന്നെ അവനൊരു തെറ്റ് ചെയ്ത പോലെ ആ രീതിയിൽ ഒരിക്കലും ഒരു ടീച്ചർ നീ ചെയ്തത് ശരിയല്ല, തെറ്റാണ്, ഇങ്ങനെയല്ല, അപ്പൊ അവന്റെ കോൺഫിഡൻസേ പോവാണ്. സെൽഫ് എസ്റ്റീം ഇല്ലാത്തൊരു കുട്ടിയായിട്ട് അവൻ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നോട് പറഞ്ഞു, UKG വരെ ഭയങ്കര സ്മാർട്ടായിരുന്നു, ആക്റ്റീവായിരുന്നു, എല്ലാം ചെയ്യും, ഇപ്പൊ
അവന് മൊത്തം ഇപ്പൊ 10th അതിനുശേഷം അവന് കൺഫ്യൂഷനായി. അവരെന്നോട് അത് പറയുന്നത് 10th ക്ലാസ് എത്തിയിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അല്ലെങ്കിൽ UKGയുടെ ലാസ്റ്റ് സമയത്ത് എന്തോ ഒരു പേടി അവനെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല, പറയാനും അറിയില്ല. ഈ അമ്മ ഒരു ടീച്ചറാണ്, KG സെഷനിൽ പഠിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ അമ്മ ഇപ്പൊ 10th മോനെത്തുമ്പോഴാണ് അവരിതിനെ പറ്റി ബോധേഡാവുന്നത്. പേടിച്ചിട്ട് ഇങ്ങനെ മിക്ക ദിവസവും പനിയാവും, ആബ്സെന്റ് ആവും. അപ്പൊ അതാണ് നമ്മൾ കുട്ടികളെ അത്രയും ഡെലിക്കേറ്റ് ആണ്, അവരെ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ അവരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ ബിഹേവിയറിൽ കണ്ടാൽ നമ്മളത് അഡ്രസ് ചെയ്യണം, നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പാരന്റ്സും ടീച്ചേഴ്സും ഒരുമിച്ച് ഒരേപോലെ കാര്യങ്ങൾ നോക്കുക തന്നെ വേണം. താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ അവരെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കരുത്. അവരിൽ നാച്ചുറൽ ആയിട്ട് അവരുടെ എഫേർട്ട് എടുക്കണം. അങ്ങനെയാകുമ്പോൾ നാച്ചുറൽ ആയിട്ട് അവരവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം. അതിനുള്ള സ്പേസ്, നമ്മളിവരെ പ്രഷറൈസ് ചെയ്യരുത്. അവരവരുടേതായ ഒരു സ്പേസ് കൊടുക്കണം. അപ്പൊ അവര് നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. കുറച്ചു മുമ്പ് ഞാൻ ADHD കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അവന് വരയ്ക്കാനും കളർ ചെയ്യാനും ഭയങ്കര ഇഷ്ടം. പക്ഷെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇവൻ എഴുതുന്നില്ല. ഇവന് ADHDയുടെ പ്രോബ്ലം ഉണ്ട്. ഇവനോട് എഴുതാൻ പറയുമ്പോൾ അതിന്റെ വരയിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പാരന്റ്സിനും ഭയങ്കര ടെൻഷനായി. ഇവൻ പഠിക്കില്ലേ എന്ന് പറയുന്നത്. KGയിലായിരുന്നപ്പോൾ ഉള്ള കാര്യമാണ്. ഇവനെ വീട്ടിലെ പ്രഷറൈസ് ചെയ്യും സ്കൂളിലെ വർക്കുകൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ കോഴ്സിൽ ചേരുന്നത്. ബിടെക് കഴിഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ ഈ മദർ. കോഴ്സിൽ ചേരുന്നതും ഹസ്ബൻഡ് ദൂരെ എവിടെയാ വർക്ക് ചെയ്യുന്നത്, ഇടയ്ക്ക് ലീവിന് വരും. അപ്പൊ ഈ ഹസ്ബൻഡ് ഇങ്ങനെ ക്ലാസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഹസ്ബൻഡും ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും കുട്ടിയെ പിന്നെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും അവനേതായ ഒരു സ്പേസ് കൊടുത്തു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവനെ ഹോംവർക്ക് ചെയ്യിക്കില്ല. ഒരു ബോർഡ് അവന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കളറും ക്രയോൺസും എല്ലാം പ്രൊവൈഡ് ചെയ്തു. അവന് മടുക്കുന്നോളം അവിടെ വരയ്ക്കും, കളർ ചെയ്യും. അത് കഴിയുമ്പോൾ അവൻ തന്നെ വന്ന് പറയും, വാ അമ്മയെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വരും. അപ്പൊ അവരെ നാച്ചുറൽ ആയിട്ട് അവരിതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ്, ടീച്ചേഴ്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു പറയുന്നു. എന്റെ ഹസ്ബൻഡ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു നവംബറിലെ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ പുള്ളി ഇതില് പാസ് ചെയ്ത് പോവാറുണ്ട്. ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ടീച്ചിങ്, എല്ലാവരും നല്ല രസമെന്ന് പറഞ്ഞു. നല്ല ഇഷ്ടമായി പുള്ളിക്ക്. താങ്ക് യു. ഓക്കെ, നമുക്ക് 3 പോയിന്റ്സ് പറയുന്നുണ്ട്. അതൊന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? The teacher observe the child when he using the material. If his response indicate that the teacher has misread her moment of introduction, the teacher should suggest they put the material away and use it on another day. If his response is positive, the teacher will continue to observe the child. The child should be given a lot of opportunities of work with the material already conferred. Knowing how to use the material is only the beginning of its convenience to the child. It is the repetition of its use that real growth of the child and the development of his psychic nature take place. After a period of constant use of exercise in its originally understood from it, another phenomenon appears. The child will begin to create new ways in which use the material, often linking several different exercises that are interrelated or comparing the material to relate object in his environment. It is the child inner development linked with the creative possibilities hidden within the design of the materials that makes this rest of creativity possible. ഇത്രയും മതി മാം. ആ ഒരു ചെറിയ പാരഗ്രാഫ് വായിച്ചോളൂ. After the teacher is confident that a concept has been enriched in the child mind through his use of materials, she uses the 3-period lesson to give the concept of language. When teaching the concept of color, a teacher will adopt 3-period lesson. Okay, ശരി.
ഓക്കെ, നമുക്ക് ഇതില് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് അവർക്ക് ക്ലാസ് കൊടുക്കണമെന്നില്ല. കുട്ടിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം എങ്ങനെ ഓരോ കൺസെപ്റ്റും കുട്ടിയിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. കുട്ടിയെ ഒബ്സർവ് ചെയ്യും നമ്മൾ, അവൻ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാകും കുട്ടിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എങ്ങനെ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അവന്റെ ആക്ടിവിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇടപെടാം. നമുക്ക് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിപ്ലോമാറ്റിക് വേയില് നമുക്കത് പിന്നെ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുട്ടിയെ ഒബ്സർവ് ചെയ്യാം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. മതി ഇത്രയും ചെയ്താൽ മതി അങ്ങനെ നമ്മൾ പറയുന്നില്ല. പിന്നെ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നില്ല. അവന് ആവശ്യത്തിനുള്ള സമയം, ആ ഒരു പേസ് കൊടുക്കാൻ നമുക്ക് അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് നാച്ചുറലായിട്ട് നടക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ അവൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവന് കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. വേറെ 2 മെറ്റീരിയൽസ് ഒരുമിച്ച് കോമ്പിനേഷൻ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവൻ ചെയ്തു തുടങ്ങും. ഇനി ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. നമ്മളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 പീരീഡ് ലെസൺ എന്നുള്ള രീതിയിൽ അത് ചെയ്യാം. അത് കളർ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ടീച്ചർ ഒരു കുട്ടിക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെയാണ് നെക്സ്റ്റ് വൺ വരുന്നത്. പിന്നെ നമുക്ക് അറിയാം, ഈ എന്താ പറയാ, ഏതൊരു മെറ്റീരിയലും കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഡെമോ കൊടുക്കുമ്പോൾ അതിന്റെ ബോണസ് ആയിട്ട് കുട്ടിക്ക് വരുന്ന ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. മാത്തമാറ്റിക്കൽ ഏരിയ ആയിക്കോട്ടെ, സെൻസോറിയൽ ഏരിയ ആയിക്കോട്ടെ, കുട്ടിയുടെ ലാംഗ്വേജും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സെൻസോറിയലില് ഹോട്ട് കോൾഡ്, അപ്പൊ അവന് 2 വേർഡ് കിട്ടുക, ലാർജ് സ്മോൾ അപ്പോഴും 2 വേർഡ് കിട്ടും. അപ്പൊ എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവർക്ക് ബോണസ് ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് എന്ന് പറയാം. ഫസ്റ്റ് പീരീഡില് നമ്മൾ കളർ ടാബ്ലറ്റ് ആണ് കുട്ടിയുടെ മുന്നിൽ വെക്കുന്നത്. നമുക്ക് കളർ എന്നുള്ള കൺസെപ്റ്റ് ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടി കളർ മാത്രമല്ല കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കളർ ടാബ്ലറ്റില് ടീച്ചർ ബ്ലൂ ടാബ്ലറ്റ് ആണ് ഇവിടെ ആദ്യം എടുത്ത് കുട്ടിയുടെ മുന്നിലേക്ക് വെച്ചത്. ദിസ് ഇസ് ബ്ലൂ എന്ന് പറഞ്ഞ ബ്ലൂ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. പെട്ടെന്ന് തന്നെ ആ ബ്ലൂ കളർ ടാബ്ലറ്റ് മാറ്റിയിട്ട് അതിന് പകരം റെഡ് ടാബ്ലറ്റ് വെക്കുന്നു. ദിസ് ഈസ് റെഡ്. ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി ഇതാണ്. റെഡ് ബ്ലൂ എന്നുള്ള 2 കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തു കുട്ടിയുടെ മുന്നിലേക്ക്. കുട്ടിയുടെ മെമ്മറിയിൽ അതിങ്ങനെ ഉണ്ടാവും. സെക്കൻഡ് പീരീഡില് ടീച്ചർ 2 ടാബ്ലറ്റ്സും കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ടീച്ചർ ചോദിക്കുകയാണ് വിച്ച് ഈസ് ദ റെഡ് വൺ. അതുപോലെ തന്നെ അതിന് ശേഷം വിച്ച് ഈസ് ദ ബ്ലൂ വൺ എന്ന് ചോദിക്കുകയാണ്. അതാണ് സെക്കൻഡ് പീരീഡിൽ ചെയ്യുന്നത്. കുട്ടി കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ തേർഡ് പീരീഡിലേക്ക് പോകും. കുട്ടി ടീച്ചർ വിച്ച് ഈസ് ദ റെഡ് വൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പീരീഡിൽ പറഞ്ഞു ദിസ് ഈസ് റെഡ്. അപ്പൊ കുട്ടി റെഡ് ടാബ്ലറ്റ് തന്നെ ടച്ച് ചെയ്ത് ദിസ് ഈസ് റെഡ്. വിച്ച് ഈസ് ദ ബ്ലൂ വൺ എന്ന് വെക്കുമ്പോൾ ദിസ് ഈസ് ബ്ലൂ. അപ്പൊ ഒരു സെന്റൻസ് പറയാൻ കുട്ടിയോടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതല്ല, കുട്ടി കളർ ശരിക്കും കൺസെപ്റ്റ് കിട്ടിയില്ല, റെഡ് വെച്ചപ്പോ ബ്ലൂ ആന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഗെയിൻ ലൂപ്പ് പോലെ ഫസ്റ്റ് പീരീഡിലേക്ക് പോകും. വീണ്ടും കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേസമയം സെക്കൻഡ് പീരീഡിൽ കുട്ടി അത് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞെങ്കിൽ നമ്മൾ തേർഡ് പീരീഡിലേക്ക് പോവുകയാണ്. ഓക്കെ, നെയിമിങ് കൺസെപ്റ്റ് എന്നുള്ളത് ടീച്ചർ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട്, നേരത്തെ കളർ വെച്ചായിരുന്നു ചോദിച്ചത്, വിച്ച് ഈസ് ദ റെഡ് വൺ, വിച്ച് ഈസ് ദ ബ്ലൂ വൺ എന്നായിരുന്നു ചോദിച്ചേ. ഇത് ടാബ്ലറ്റ് മാത്രം വെച്ചിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദിസ്. അപ്പോ റെഡ് ആണ് വെച്ചതെങ്കിൽ കുട്ടിക്ക് പറയാൻ പറ്റുവാണ് ദിസ് ഈസ് റെഡ് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അവന് കറക്റ്റ് ആ ഓരോ പീരീഡിലെ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ആ കൺസെപ്റ്റ് നെയിമിങ് ചെയ്യാൻ പറ്റിയെങ്കിൽ അടുത്ത ടാബ്ലറ്റ് വെച്ച് ചെയ്യും. അങ്ങനെ അടുത്ത കളേഴ്സ് വീണ്ടും അങ്ങനെ കളർ കൺസെപ്റ്റും അവിടെ ലാംഗ്വേജ്, അവൻ ഡിസീസ് അങ്ങനെ ഒരു സെന്റൻസ് പറയാനായിട്ടും കൂടെ പഠിക്കും. ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. വരുന്ന കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് എങ്ങനെ ഓരോ കൺസെപ്റ്റും കുട്ടിയിലേക്ക് കൊടുക്കാൻ. ഒരാളിൽ ചിലപ്പോൾ ഇതായിരിക്കും വർക്ക്ഔട്ട് ആവുന്നത്, എല്ലാവരിലും ഇത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. നമുക്ക് തന്നെ വന്നോളും അത്. ദാറ്റ് ഇസ് നമ്മൾ ഡിവൈൻ ആണ്. എന്ന് ഈ ജോബിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടോ അന്നേ ആ ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയും. പല ടൈപ്പ് ആളുകൾ ഉണ്ടല്ലേ, 3 ടൈപ്പ് ആളുകളാണ്. പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. പ്രകാശം പരത്തുന്നവരും പ്രകാശം പരത്താത്തവരും
ഇരുട്ട് നിറയ്ക്കണം. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ആവുന്നത്. നമ്മൾ എപ്പോഴും പ്രകാശം പരത്തട്ടെ എല്ലാവരുടെയും ഉള്ളിൽ, അല്ലെ? അതാണ്. അപ്പോ ഇതാണ് ആ ഒരു കൺസെപ്റ്റ് വന്നത്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫാണ് അടുത്തത്. അത് മാത്രമായിട്ട് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ജസ്റ്റ് അതും കൂടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പമാണ്. മോണ്ടിസോറി ഞാൻ എല്ലാ ടീച്ചർ എന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് ഫെസിലിറ്റേറ്റർ എന്നാക്കിട്ടോ. 1 who ഗൈഡ്സ്. ഒരു PG പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം. ടീച്ചർ പല പല റോൾ എടുക്കുന്ന ആളാണ്. മാനേജർ, ഡേറ്റ കോച്ച് എന്ന് പറയില്ലേ, ഇൻഫർമേഷന്റെ അറിവിന്റെ ഭണ്ഡാരം എന്നൊക്കെ പറയും. ഡേറ്റ കോച്ചാണ്, ഫ്രണ്ടാണ്, മെന്ററാണ്. ഈയിടെ ഒരു ഡിസ്കഷൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മോളും കൂടെ സംസാരിച്ചപ്പോ ബാംഗ്ലൂർ വെച്ച് മോളിങ്ങനെ പാരന്റ്സ് ഫ്രണ്ട് ആയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതിനെ ഒന്ന് തിരുത്തി. ഫ്രണ്ട് ആവുകയല്ല വേണ്ടത്, ഫ്രണ്ട്ലി ആവണം. ഒരു പാരന്റും ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ഫ്രണ്ട് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ലിമിറ്റ് വേണ്ടതാണ്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കണം പാരന്റ്സ്. പാരന്റ്സും കുട്ടികളും തമ്മിൽ കോണ്ടാക്ട് അല്ല വേണ്ടത്, ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കണം. എത്ര പ്രായം ചെന്നാലും അവരെത്ര ദൂരേക്ക് പോയാലും ഇവര് നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇവരൊരു ഡിസിഷൻ ചെറുതാണെങ്കിലും ചില കുട്ടികൾ വിളിച്ചിട്ട് ഇനി എന്ത് കറി ഉണ്ടാക്കണം അമ്മേ, തന്നെ കുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരും. ചെറിയ കാര്യം തുടങ്ങി വലിയ കാര്യങ്ങൾ വരെയും അവരെ നമ്മളോട് പറയും. നമ്മുടെ ഫോൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിറയെ കോണ്ടാക്ട്സ് ഉണ്ട്. എൻ്റെ ഒരു 1000-ന് മുകളിൽ കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ ഇതിൽ എത്ര പേരോടാണ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത്? വളരെ ചുരുക്കമായിരിക്കൂലേ. ആ ഒരു സർക്കിൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ ഇമോഷണലി കണക്ഷൻ ആണ് പാരന്റ്സ് കുട്ടികളും തമ്മിൽ വേണ്ടത്. നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാം, ടീച്ചറും കുട്ടികളും തമ്മിലും ആ ഒരു ഇമോഷണലി കണക്ഷനാണ് വേണ്ടത്. വെറും ഒരു കോണ്ടാക്ട് അല്ല. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കി ടീച്ചറെ നോക്കി കേട്ടിരിക്കും. അതല്ല വേണ്ടേ. ഇവര് തമ്മിലൊരു ഇമോഷണലി കണക്ഷൻ വേണം. എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണലി കണക്ഷൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഡെവലപ്മെന്റ് ഓഫ് സൈക്കിൾ ആരെങ്കിലും ഒന്ന് വായിക്കും. നമുക്ക് ആ ഒരു ടോപ്പിക് എടുത്തിട്ട് ബാക്കി ഒരു പോർഷൻ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം. കാരണം അത് വായിക്കാനുള്ളതേ ഉള്ളൂ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് ക്വാളിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ. Development of community life. Children in the Montessori environment work graciously. They cooperative and provide moral help to each other. This development is aided by several key elements in the Montessori method. Firstly, a sense of ownership. All the children in the classroom have a sense of ownership and a responsibility. Everything in the class is child-sized and geared to their physical, physiological, and emotional needs. Children maintain the order for the day. Second, responsibility. The children begin to feel for each other. Children in a Montessori environment provide moral help to other children. They provide complementary help to other children. Children are also given freedom in their social reactions. Through his freedom, the child's natural interests in others and desires help them grow spontaneously. Third, the incorporation of children of different ages in each class. A typical Montessori classroom consists of 25 children with 1/3 of the 3-year-olds, 1/3 of the 4-year-old, and 1/3 of the 5-year-old. The insistence on a mixed age group provides children opportunities to help each other and team build. Thank you, ma'am. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് റൂമിലാണ് നിന്നാണ് അവര് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ അവരുടെ ലൈഫിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിട്ട് പല കാര്യങ്ങളും കിട്ടുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വൺനെസ്, ഒരു വി ഫീൽ. 2 ബാച്ചുകാർ ഒരു മൊമെന്റിൽ പെട്ടെന്ന് ഒരുമിച്ചാകുന്നു. പക്ഷെ അവിടെ യാതൊരു ക്ലൈമറ്റിലെ ചേഞ്ചസ് ഒന്നുമില്ല. ആ ഒരു വൺനെസ് ഫീൽ ചെയ്യാണ്. പ്രേയർ ഷെയർ ചെയ്യുന്നു, തോട്ട് ഫോർ ദ ഡേ വെൽക്കം ചെയ്യുന്നു പരസ്പരം. അങ്ങനെയെല്ലാം നടക്കുന്നു അല്ലെ. ഒരു കോപ്പറേഷൻ, ആ ഒരു സഹകരണം, അതാണ് നടക്കുന്നത്. കുട്ടിയുടെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, അങ്ങനെ പല നീഡ്സും, ഇമോഷണൽ നീഡ്സ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികള്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അവരെല്ലാം തുറന്നു പറയും. പല കുട്ടികളും പറയും ഞങ്ങള് ഇമോഷണലി ഓർഫൻസ് ആണ്, എന്നെ കേൾക്കാൻ ആരുമില്ല. പാരന്റ്സ് ഓൾവേസ് സെയിങ് ഞാൻ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്തു, പക്ഷെ ഒരു കുട്ടിക്ക് വേണ്ടുന്ന സമയം, അവനെ കേൾക്കാൻ, അവനൊരു ഹഗ്, ഒരു കിസ്,
അവനൊന്ന് കെട്ടിപ്പിടിക്കുക, ഒന്നവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, നീ കൊള്ളാലോ മിടുക്കനാണല്ലോ എന്നൊക്കെ പറയുക. അതൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഈ പാരന്റിന്റെ സെഷൻ ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വന്ന ഉടനെ കുറെ പാരന്റ്സ് എന്റെ അടുത്ത് വന്ന് പറയാ, എനിക്ക് സമയമില്ല, എനിക്ക് പോകണം, 3 മണിയാകുമ്പോൾ, ഈ 3:30 പോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ, എന്റെ ഫ്രണ്ടാണ് സെഷൻ ലീഡ് ചെയ്തത്, കലയുടെ ഒരു കാര്യം പറഞ്ഞു. കല പറയാ, പലപ്പോഴും നേരമില്ല പാരന്റ്സിന്. കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മളങ്ങ് വയസ്സാവും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് നമ്മളെ നോക്കാൻ നേരമില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. പഴയ ഒരു ഓൾഡ് ഏജ് ഹോം ഒക്കെ നോക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ കാശുണ്ടെങ്കിൽ ഒരു സ്റ്റൈലിന് പറയാം, സീനിയർ സിറ്റിസണിന് വേണ്ടുന്ന വില്ല, അപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ നോക്കി വെക്കാം. അതാവുമ്പോ അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും. കുക്ക് ചെയ്യാൻ ആളുണ്ടാവും, ക്ലീൻ ചെയ്യാൻ ആളുണ്ടാവും, ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, ആംബുലൻസ് ഉണ്ടാവും. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് സമയമില്ല, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് സമയമില്ല. മീറ്റിങ്ങിന് വിളിച്ചാൽ അമ്മ മാത്രം വരും, അമ്മയും അച്ഛനും കൂടെ വരുന്ന റെയറാണ് പലപ്പോഴും. അച്ഛന് സമയമില്ല. കുട്ടിയുടെ മനസ്സിലാവുന്ന ചിന്ത, അച്ഛന് വരാൻ സമയമില്ല. വലുതായി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി സമയം തരാൻ നമുക്ക് മക്കളോട് പറയാൻ എന്ത് റൈറ്റ് ഉള്ളത്? സോ നമ്മൾ സമയം കൊടുക്കണം അവർക്ക്. അവർ പിന്നീട് എങ്ങനെയാവും, അത് പിന്നീടുള്ള കാര്യം. പക്ഷെ ഇനി ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടോ. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ ഒരു പ്രായത്തിന് നല്ല ആരോഗ്യം. ആരോഗ്യം നമ്മുടെ കാത്തു സൂക്ഷിക്കുക. എത്ര പ്രായമായാലും നമുക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന ഒരു ക്യൂ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെപ്പറ്റി അത് വിഷമായി പോകും. അതുകൊണ്ട് നമ്മളുടെ ഹെൽത്ത്, സെൽഫ് കെയർ, സെൽഫ് ലവ്, നമ്മുടെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ആ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന അവര് വന്ന് ഹോസ്പിറ്റലിന്റെ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല. റെസ്പോൺസിബിലിറ്റി, കുട്ടികൾക്ക് ഫീൽ ഫോർ അതർ, ലവ്, എംപതി, ഫീൽ ഫോർ അതർ, ഇതെല്ലാം ഇവർക്ക് ഈ ക്ലാസ് റൂമിൽ നിന്ന് വരുവാണ്. മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. അവര് കോംപ്ലിമെന്ററി ഹെൽപ്പ്, നിങ്ങളോടൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ചും കിട്ടുന്നു കോംപ്ലിമെന്ററി ആയിട്ട്. അവരുടെ അവർക്ക് ഫ്രീഡം കിട്ടുക. സാധാരണ ഒരു ക്ലാസ് റൂമിൽ തിരിച്ചിരുത്തേക്കുവാണല്ലേ, കുട്ടികൾക്ക് തമ്മിൽ സംസാരിക്കാൻ സമയമില്ല. എല്ലാം ക്ലാസ് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഇത്തിരി സമയം കിട്ടുമ്പോൾ അവരെന്ത് ഹാപ്പിയാ, കുറെ വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അങ്ങനെ അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അവരിങ്ങനെ എമ്പതിയൊക്കെ അവരിൽ തന്നെ വരുവാണ്. പിന്നെ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പിംഗ് ആണ് അല്ലെ. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ളതാണ്. ഒരു 25 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1/3 3 വയസ്സായിരിക്കും, അടുത്ത 1/3 4 വയസ്സായിരിക്കും, പിന്നെ 5 വയസ്സ് ഓൺവേർഡ്സ്, അങ്ങനെ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ആയിരിക്കും. അപ്പൊ പ്രായമായ കുട്ടികൾ ചെറിയ കുട്ടികളെ നോക്കും. അപ്പൊ ചെറിയ കുട്ടികൾക്ക് അതൊരു മെസ്സേജ് ആണ്. അടുത്ത വർഷമാകുമ്പോൾ അവർ സീനിയേഴ്സ് ആയി. അപ്പൊ അവരെക്കാൾ താഴെയുള്ളവർ വരുമ്പോൾ ഞാൻ അവരെ നോക്കണം, ലൈക്ക് ദാറ്റ്. നമ്മുടെ വീടുകളിൽ നമ്മളത് കാണാറുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നിങ്ങൾ നല്ലപോലെ റീഡ് ചെയ്തിട്ട് വരിക. മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് ക്വാളിറ്റീസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒരു ട്യൂസ്ഡേ, മൺഡേ അവധിയാണല്ലോ, ട്യൂസ്ഡേ ഇതുപോലെ നൈറ്റിൽ ഒരു സെഷൻ വെക്കട്ടെ 7:30 നമുക്ക് ട്യൂസ്ഡേ കൂടി തീർക്കാം. കാരണം 12കാരുടെ ഈ മാസം തീർക്കണം എന്ന് പറഞ്ഞവർക്ക് ഈ ടോപ്പിക്കും കൂടി ഉള്ളൂ. എക്സാമിന്റെ ഡേറ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. PG ക്ലാസ് 12, 13, 14 കമ്പൈൻഡ് ആയിരിക്കും. നിങ്ങളുടെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ചോദിച്ചോട്ടെ മാം, ഞാൻ 1 month പോവാണല്ലോ, അപ്പൊ അതിനുള്ളിൽ ടേം എക്സാം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ലീവ് എടുക്കണോ മാം ആ ദിവസം? അതിന്റെ ഉള്ളിൽ നിന്ന് ലവ്ലി 13 ബാച്ച് അല്ലേ നമുക്കിനി. നിങ്ങൾക്ക് എന്റെ തന്നെ പോർഷനില് 4th ലെസണും 10th ലെസണും തീരാനില്ലേ? അതിനുള്ള അത്രയും ടൈം ഉണ്ട്. പിന്നെ വേറെ ടീച്ചേഴ്സിന്റെ എന്തൊക്കെയൊക്കെയോ പോർഷൻ തീരാൻ കാണുമല്ലോ. ഇനി അധികം ഇല്ലെന്ന് തോന്നുന്നു, 1-2 ഉള്ളൂ. ഇംഗ്ലീഷും തീരണം, മോഡ്യൂൾ 2 തീരണം, എന്നാലാണ് ടേം 2 വരുള്ളൂ. ആവുള്ളല്ലേ? അപ്പൊ ഒരു 1 month കഴിയുമല്ലേ മാം? അതെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സണൽ ടൈം ആണെന്ന് എനിക്കറിയാം. വീട്ടിലിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും കുറെ പേരൊന്നും ഇണ്ടാതിരിക്കുന്നത്. പല കാര്യങ്ങളുടെ ഇടയിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് കാണുന്നത്. എനിവേ, ഞാൻ നൈറ്റിൽ വെക്കാമെന്ന് ഉദ്ദേശിച്ചത് 2 ബാച്ചിൽ നിന്നും ടീച്ചിങ് പ്രാക്ടീസിൽ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ ആരും ഉണ്ടാവില്ല പകല് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിലും നല്ലത് വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതൊന്ന് കേട്ട് പോകുന്നത് തന്നെയാണ്. ഓക്കെ, ഫൈൻ, കാണാം. ബൈ. Thank you, ma'am. Thank you, ma'am. Take care, ma'am. Get well soon. Get well soon, ma'am.
യെസ്, ഇതിനെ ഉറക്കിക്കൊണ്ടിരിക്കുക അത് ക്ലാസ് കാണുന്നത്. Right. Thank you, ma'am. Thank you. നാളെ മാം ഉണ്ടായിരിക്കില്ല. നാളെ എന്താണ്? നാളെ ഫ്രൈഡേ മാം ഉണ്ടോന്ന് ചോദിക്കാം. ഫ്രൈഡേ രാത്രി ക്ലാസ് വെക്കാൻ വേണ്ടിയിട്ടാണോ? അതാണോ നസീർ ഉദ്ദേശിച്ചത്? അല്ല, രാവിലെ 10:30ക്കുള്ള ക്ലാസ്സിൽ മാം ആണോ എന്ന് ചോദിക്കാം. ഇല്ല, നാളെ നിങ്ങൾക്ക് ഏത് ബാച്ചാണ് നസീർ? 13th batch. 13th എനിക്ക് ശരിക്കും വെനസ്ഡേ ആണല്ലോ ക്ലാസ്. എനിക്ക് ഫ്രൈഡേ ഇല്ലല്ലോ. കാരണം എനിക്ക് 13 12 കൂടെ ഉള്ള ദിവസം വെനസ്ഡേ ആണ്. അതാണ് ഞാൻ അത് കംപ്ലൈന്റ് ആക്കിയത്. നാളെ എനിക്ക് 10:30 വേറൊരു ക്ലാസ്സിൽ കയറേണ്ടതുണ്ട്. പിന്നെ രാത്രി എനിക്ക് നമ്മളൊരു മണിപ്പൂരി ബാച്ച് ഉണ്ട്. അപ്പൊ അവർക്ക് സാറ്റർഡേസ് ആണ് ക്ലാസ് വെക്കാറ്. കഴിഞ്ഞ സാറ്റർഡേ ഒന്നും വെക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നാളെ രാത്രി അവർക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാറ്റർഡേ അവർക്ക് ഓൾറെഡി നോർമൽ ക്ലാസ്സും ഉണ്ട് എക്സ്ട്രാ. കാരണം അവര് നിങ്ങളുടെ 13th ഒപ്പം തന്നെ അവരെ ഇറക്കണം. അതാണ് ഉദ്ദേശം. ആഴ്ചയിൽ ഒരു ക്ലാസ് അല്ലേ കിട്ടുന്നുള്ളൂ സാധാരണഗതിയില്. നിങ്ങളുടെ ഒപ്പം തന്നെ അവരെ കൊണ്ടുപോകണം. അവരിപ്പോ 3rd യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ പാർട്ട് 3-യിലെ. അതുകൊണ്ടാണ് കേട്ടോ നാളെയും സാറ്റർഡേയും ഞാൻ എടുക്കാത്തത്. മൺഡേ അവധി ആയതുകൊണ്ടാണ് ട്യൂസ്ഡേ നമുക്ക് കാണാം. മെസ്സേജ് വരും നിങ്ങൾക്ക് ട്യൂസ്ഡേ കമ്പൈൻ ക്ലാസ് ഉള്ളത്. ഓക്കെ ഓക്കെ മാം.